പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം. ജയിൽ പുള്ളികളിലെ പരോളുമായി ബന്ധപ്പെട്ട വിവാദം കേരള നിയമസഭയിലും കേരളത്തിലാകെ ചർച്ച ചെയ്യുന്ന ഒരു സമയത്താണ് പരോളിൽ ഇറങ്ങിയ പ്രതി സ്വന്തം അനിയനെ തലക്കടിച്ചു കൊല്ലുന്ന ദാരുണമായ സംഭവം പത്തനംതിട്ട ജില്ലയിലെ അടൂർ പന്നിവിഴ കോട്ടപ്പുറത്ത് സംഭവിച്ചത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നാട്ടുകാരോടും മറ്റ് അയൽവാസികളും നമുക്ക് ചോദിച്ചറിയാൻ സാധിച്ചത് 2005 കാലഘട്ടത്തിൽ അമ്മയെ ചിരവയ്ക്കടിച്ചു കൊന്ന മകനായ മോഹനൻ ഉണ്ണിത്താൻ എന്ന വ്യക്തി ഇപ്പോൾ 2024 പരോളിലിറങ്ങിയും സ്വന്തം അനിയനായ സതീഷ് ബാബുവിനെ വളരെ മൃഗീയമായ രീതിയിൽ വീണ്ടും തലക്കടിച്ചു കൊന്ന് ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഫോറൻസിക് അധികാരികളും പോലീസുമൊക്കെ ഇൻക്വസ്റ്റ് നടപടികൾ നടത്തി വരികയാണ്. ഈ വിഷയത്തിൽ മോഹൻ ഉണ്ണിത്താനെ കഴിഞ്ഞ ദിവസം തന്നെ അടൂർ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ അദ്ദേഹം പോലീസ് സ്റ്റേഷനിലാണ്. ഈ വിഷയത്തിൽ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ അടൂരിൻ്റെ മനസ്സാക്ഷിയാകെ ഞെട്ടിയിരിക്കുകയാണ്. വളരെ ഞെട്ടലോടുകൂടിയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ നമ്മൾ പല കാര്യങ്ങളും പ്രതികരിച്ചത്. ഈ കൊല്ലപ്പെട്ട സതീഷ് ബാബു എന്ന അനിയനാണ് ഇദ്ദേഹത്തെ പരോളിന് ഇറക്കിയെന്നാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും നാട്ടുകാരും പറയാൻ സാധിക്കുന്നത്. ഈ സതീഷ് ബാബുവിന് ബൈപ്പാസുമായി ബന്ധപ്പെട്ട് വളരെയധികം അവശനായിരുന്നു. ആ സമയത്താണ് സ്വന്തം വീട്ടിലെ ഹാളിൽ കസേരയിൽ കുത്തിയിരുന്ന സമയത്ത് ഈ പറയുന്ന മോഹൻ ഉണ്ണിത്താൻ കടന്നു വന്ന് അദ്ദേഹത്തെ ആക്രമിച്ച് കൊല്ലപ്പെടുത്തുന്ന ഒരു ദാരുണമായ സംഭവം ഉണ്ടായിട്ടുള്ളത്. വർഷങ്ങളായിട്ട് ഞങ്ങൾ തമ്മിൽ നല്ല ഒരു സൗഹൃദമുള്ള ഒരാളായിരുന്നു. എന്നേക്കായി 2 വയസ്സിന് മൂത്ത ഒരാളായിരുന്നു. എപ്പം എവിടെ വെച്ച് കണ്ടാലും വളരെ സൗഹൃദ മനോഭാവം നടിക്കുകയും വളരെ നിഷ്കാമകർമ്മിയായി ജീവിക്കുകയും ചെയ്ത ഒരു ചെറുപ്പക്കാരനാണ്. ഈ പ്രതി യഥാർത്ഥത്തിൽ എത്ര വർഷം മുമ്പാണ് അമ്മയെ കൊന്നത്? 2005-ലാണ് അമ്മയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിനകത്ത് ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ചത്. ആ ജീവപര്യന്ത ശിക്ഷയ്ക്ക് വിധിച്ചെങ്കിലും ഈ സഹോദരങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പോയി പുള്ളിയെ പരോളിൽ കൊണ്ടുവരുമായിരുന്നു. ആ പരോളിൽ കൊണ്ടുവന്ന് ഈ അടുത്ത മാസം തിരിച്ചു പോകാൻ ഇരിക്കുന്നതിനിടയിലാണ് ഇന്നലത്തെ ഈ ദാരുണമായ സംഭവം നടക്കുന്നത്. ഇവിടെ വെച്ച് മദ്യപിക്കരുതെന്നെങ്ങാണ്ട് ജ്യേഷ്ഠനോട് പറഞ്ഞു. പുള്ളി അതിൻ്റെ ദേഷ്യത്തിന് ഉലക്കെടുത്ത് വെച്ച് തലക്കടിച്ചു. തലയുടെ ഈ ഭാഗത്തടിയേറ്റ് പുള്ളി വീണ് അങ്ങനെയാണ് മരണം സംഭവിക്കുന്നത്. അതെ, ഈ സഹോദരൻ തന്നെയാണ് പരോളിൽ കൊണ്ടുവന്നത്. ഈ പരോളിൽ കൊണ്ടുവന്നതിന് ശേഷം ഈ അനിയൻ്റെ കൂടെ തന്നെയാണ് ഈ ജ്യേഷ്ഠൻ താമസിച്ചു വന്നത്. പക്ഷെ വളരെ മൃഗീയമായ ഒരു കൊലപാതകം ആയിപ്പോയി. നാടിനെ ഞെട്ടിച്ച ഒരു സംഭവമായിപ്പോയി. പാവം പിടിച്ചൊരു മനുഷ്യനായിരുന്നു. എപ്പോൾ കണ്ടാലും വേണ്ടി എടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യും. കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം പറഞ്ഞിട്ട് പോവുക. അമ്പലത്തിൽ സ്ഥിരം പോകും പുള്ളിക്കാരൻ. നേരത്തെ പരിചയമില്ല. ഈ അമ്മയെ കൊന്നതിൻ്റെ അന്ന് ഞങ്ങളിവിടെ ഇല്ലായിരുന്നു. ഇതുവരെ പുള്ളിക്കാരൻ തല്ലിക്കൊന്നു. 16 ആ ഡേറ്റ് ഒന്നും നമുക്കറിയത്തില്ല. എന്നാൽ തന്നെ എന്തുവാന്നറിയത്തില്ല. ഇല്ല, അതിനെക്കുറിച്ച് നമുക്ക് ഒരു ഇല്ല. ഇങ്ങനൊരു ഭാഗം പിടിച്ചൊരു മനുഷ്യൻ. നേരത്തെ ഇത് പെങ്ങളാണ് താമസിക്കുന്നത്. പുള്ളിക്കാരനോട് ഈ പാസ്പോർട്ടിൻ്റെയൊക്കെ ഇതൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു. തീർച്ചയായിട്ടും ഇത് തന്നെയായിരുന്നു. പിന്നെ എല്ലാവരും കല്യാണം കഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി. അല്ല, പ്രതിയും കല്യാണം കഴിച്ചതല്ല. അല്ല, അതെന്തുവാന്ന് എനിക്കറിയത്തില്ല സാറേ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഇതുവഴി പോയപ്പോൾ ഇവിടെ നിന്ന് ചുള്ളിൽ ഒടിക്കുമായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചാൽ അടുവ് പോകാമെന്ന്. ഞാൻ പറഞ്ഞല്ല, ഞാൻ മകരി അറിയാൻ പോകാമെന്ന് പറഞ്ഞു. അത്രയും മാത്രമേ ഞാൻ പറഞ്ഞു. നമുക്കറിയത്തുള്ളൂ. ഇല്ലല്ലോ, വന്നത്. അപ്പോൾ പരോളിലിറങ്ങിയതിന് ശേഷം ഇത്തരത്തിലുള്ള ആളുകൾ കൊലപാതകങ്ങൾ നടത്തുന്നത് നമ്മുടെ സമൂഹവും ഗൗരവത്തോടെ കാണണം. അതോടൊപ്പം തന്നെ നിയമപാലകരും ഈ വിഷയത്തിൽ ഗൗരവത്തോടെ കാണണം. ഇത്തരം പ്രതികളെ പരമാവധി പുറത്തിറക്കാൻ പറ്റാത്ത രീതിയിലേക്ക് തന്നെ പോകണമെന്ന് തന്നെയാണ് വാർത്ത 24-നും അതുപോലെ നാട്ടുകാർക്കും പറയാനുള്ളത്. നാട്ടുകാരുടെ വികാരമാണ് ഞങ്ങൾ ന്യൂസിലൂടെ പ്രതിഫലിക്കുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മോഹൻ ഉണ്ണിത്താനെ അടുത്ത ദിവസം തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്നും മജിസ്ട്രേറ്റിൻ്റെ ഹാജരാക്കി തുടർ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. മരിച്ചുപോയ സതീഷ് ബാബുവിൻ്റെ ശവസംസ്കാര ചടങ്ങുകൾ ഇന്ന് വൈകുന്നേരത്തോടുകൂടി നടക്കുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. പന്നിവിഴുതി ക്യാമറമാൻ ശങ്കറിനൊപ്പം അജിത് പട്ടാഴി, വാർത്ത 24.